ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് ഫ്രീസർ എങ്ങനെ വൃത്തിയാക്കാമെന്ന് നോക്കാം. നമുക്കറിയാം, ഇതിനുള്ളിൽ ഐസൊക്കെ ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരിക്കും. അത് പെട്ടെന്ന് മെൽറ്റ് ആകാനായിട്ട് നാട്ടിലേക്ക് ആണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അത് മെൽറ്റായി അതിൻ്റെ വെള്ളമൊക്കെ അതിൽ തന്നെ ഫ്രീസറിൽ തന്നെ കിടക്കും. പിന്നെ നമ്മളത് വൃത്തിയാക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അങ്ങനെ വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വേണ്ടി വരും. പക്ഷേ വെറും 5 മിനിറ്റിനുള്ളിൽ ഫ്രീസർ എങ്ങനെ വൃത്തിയാക്കാന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. ഫ്രീസർ ക്ലീൻ ആക്കുന്നതിന് നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റണം അല്ലേ. ഫ്രീസറിൻ്റെ ഉള്ളിൽ മീറ്റും ഫിഷൊക്കെ ആയിരിക്കും. അപ്പം അത് നമ്മളിത് ഇതേപോലെ ഭദ്രമായ ഒരു ബാഗിലേക്ക് മാറ്റി വയ്ക്കാം. കാര്യം ഇത് ഒരുപാട് നേരം നമുക്കത് ക്ലീൻ ചെയ്ത് വരെ പുറത്തെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇതുപോലൊരു ബാഗിൽ ഭദ്രമായിട്ട് അടച്ച് വയ്ക്കാം. ഫ്രീസറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഐസ് വന്നിങ്ങനെ അടിഞ്ഞിരിക്കുക കണ്ടോ. ഇനി ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതേപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെട്ടി തിളപ്പിച്ചതിന് ശേഷം ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ച് ഡോറടച്ച് ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റിന് ശേഷം ഈ ഐസൊക്കെ അടർന്ന് കിട്ടിയിട്ടോ. ഇത് ഒരിക്കലും വെള്ളമാകുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ചൂട് കൊണ്ട് ഐസൊക്കെ വെള്ളമായിട്ടൊന്നുമില്ല, കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. അത് നമുക്കൊരു പാത്രത്തിലാക്കിയിട്ട് പെറുക്കി മാറ്റാവുന്നതുള്ളൂ. അതിനുശേഷം നല്ല കോട്ടൺ തുണി ഉപയോഗിച്ച് നമ്മളത് തുടച്ച് വൃത്തിയാക്കിയെടുക്കും. ഈ തിളച്ച വെള്ളം കൊണ്ടുവന്ന് ഫ്രിഡ്ജിനുള്ളിൽ വെക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഫ്രിഡ്ജ് കേടാകുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ അടിഭാഗം ഉരുകിപ്പോകുകയോ ഈ പാത്രം വയ്ക്കുമ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. അങ്ങനെ ഒന്നും പറ്റില്ല. വളരെ വൃത്തിയായി നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കറണ്ട് കണക്ഷനൊക്കെ കട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൃത്തിയാക്കാനായിട്ട്. എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ ചെയ്യും. അങ്ങനെ പല അപകടങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ ഫ്രീസർ നല്ല വൃത്തിയാക്കി സാധനങ്ങളൊക്കെ പഴയ പോലെ അടുക്കി വെച്ചു. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.